ഹലോ, നമസ്തേ. ദേവപ്രയാണത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നുണ്ടല്ലോ ഒരു പുതിയ പ്രയാണമാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്നും മാറി അങ്ങകലെയുള്ള അകലാപ്പുഴയിലേക്കുള്ള യാത്ര. ഇത്തവണ അവധിക്കാലമായിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. സ്കൂൾ തുറക്കാനായപ്പോഴാണ് ഒരു ദിവസത്തേക്കെങ്കിലും എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് തോന്നിയത്. വർഷത്തിലൊരിക്കൽ ഏട്ടൻ്റെ കൂട്ടുകാരും കുടുംബമായിട്ടൊരു യാത്ര പതിവാണ്. അത് ഇത്തവണ മുടങ്ങുമെന്ന് കരുതിയതായിരുന്നു. അപ്പോഴാണ് അവരുടെ വിളി വന്നത്, എല്ലാം സെറ്റാണ്, നമുക്കൊന്ന് പോവാന്ന്. അങ്ങനെ ഒരു ദിവസത്തേക്ക് വീട്ടിലെ ബാധ്യതകളും പ്രാരാബ്ദങ്ങളും മാറ്റിവെച്ച് എല്ലാം മറന്ന് സന്തോഷിക്കാനും കൂട്ടുകൂടാനും വേണ്ടി ഞങ്ങൾ യാത്ര തുടർന്നു. രാവിലെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. കൊയിലാണ്ടി എത്തിയപ്പോൾ എല്ലാവരും ചായ കുടിച്ചു. പിന്നെ അവിടുന്ന് അതിവേഗം ഞങ്ങൾ അകലാപ്പുഴയിലെത്തി. അവിടെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് പുഴയുടെ നടുവിലൂടൊരു യാത്ര. ആഹാ, മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധമാക്കി ശുദ്ധവായു ശ്വസിച്ച് ആനന്ദ നിർവൃതി അടഞ്ഞു. പ്രകൃതി ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. തെളിഞ്ഞു കിടക്കുന്ന നീലാകാശം, കണ്ടൽക്കാടുകളും കലങ്ങി മറിഞ്ഞ പുഴയും കൂടാതെ നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളും കൂടെയാകുമ്പോൾ സന്തോഷം ഇരട്ടിയായി. 2 മണിക്കൂറായിരുന്നു ബോട്ട് യാത്ര. ആ 2 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. അകലാപ്പുഴ ആലപ്പുഴയുടെ ഒരു ചെറിയ പകർപ്പാണെന്ന് തോന്നും. പക്ഷേ ആലപ്പുഴയിലെ ബോട്ട് യാത്രയും അകലാപ്പുഴയിലെ യാത്രയും വളരെ വ്യത്യസ്ത അനുഭവമാണ് നൽകുന്നത്. അവിടെ നമ്മളെപ്പോലെ തന്നെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വന്നവരുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സത്യേട്ടൻ. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഹായ് പറഞ്ഞതാണ്. ഓരോരുത്തർ ഇരുന്നും കിടന്നും കാഴ്ചകൾ കാണുന്നുണ്ട്. എന്തൊരു ഭംഗിയാണെന്നോ. തെങ്ങിൻ തോപ്പുകളും കണ്ടൽക്കാടുകളും അതിൻ്റെ ഇടയിലൂടെയുള്ളൊരു യാത്ര. ആ കിടത്തം കണ്ട് എന്തൊരു സുഖമെന്നറിയും. അതാ ആ ആകാശത്തിൻ്റെ ഒരു ഭംഗി, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നേരിട്ട് അനുഭവിച്ചറിയുന്നേ വേണം. എന്തൊരു ഭംഗിയാണെന്നറിയാം. നമ്മളെ മനസ്സിലിങ്ങോട്ട് ആഴത്തിൽ ഊർന്നിറങ്ങണ പോലെയാണ്. മക്കളൊക്കെ ബോട്ട് ഓടിക്കുന്ന ആളടുത്ത് അവരോട് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ബോട്ട് എങ്ങനെ ഓടിക്കുക, അങ്ങനെ കൊണ്ടുപോകും എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ആ ബോട്ടിലെ ഡ്രൈവർ ഒരു പാവാട്ടോ. കുട്ടികളോടൊക്കെ ആരെ ഇഷ്ടത്തിന് നിന്നെടുത്ത് എന്നാൽ യാത്ര വളരെ സുഗമമാക്കി തരുന്നുണ്ട്. അതാ അവിടെ ഒരു കിളീനെ കാണാണ്ടായിരുന്നു. ആ കിളീനെ കണ്ടിട്ട് ഇങ്ങനെ അതിൻ്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേവുട്ടി. ഇങ്ങനൊരു യാത്ര ഇടയ്ക്കൊക്കെ നല്ലതാട്ടോ. നമുക്ക് നമ്മുടെ പ്രകൃതിയിലുള്ള എല്ലാ മനസ്സിലാക്കാനൊരു അവസരമാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും. ഈ കണ്ടൽക്കാടുകളിലൊക്കെ പലതരം പക്ഷികളുണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് ആസ്വദിച്ച് വന്നപ്പോഴേക്കും തിരിച്ചു പോരാനുള്ള സമയമായി. അപ്പോഴാ പ്രകൃതി കണ്ടോ വീണ്ടും വരണം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ. ഇതാട്ടോ ഞങ്ങൾ പോയ മുഴുവൻ ഫാമിലിയും. ഇത് പിന്നെ വരുന്നത് സത്യേട്ടൻ്റെ ഫാമിലി, സത്യേട്ടൻ്റെ ഭാര്യ ശരണ്യ, മക്കള് ദേവുട്ടി, പാറുട്ടി, പിന്നെ ആ കുഞ്ഞു മോൻ അക്കു. ഇതാണ് മാനേട്ടൻ്റെ കൊച്ചു കുടുംബം. മാനേട്ടൻ്റെ ഭാര്യ സനില, മകൻ ദേവ. അങ്ങനെ ഞങ്ങളെല്ലാവരും ചെറിയൊരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.